ഇന്ന് ജൂലൈ 24 ഇന്ന് OTT റിലീസായ ഇനി ഈ ആഴ്ച OTT റിലീസാകുമെന്ന് ഉറപ്പാക്കപ്പെട്ട സിനിമകളുടേത് ഉൾപ്പെടെ 10 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദ്യത്തേത് സംശയം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമ ഇന്ന് മനോരമ മാക്സിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. രണ്ടാമത്തേത് വീണ്ടും വിനയ് ഫോർട്ട് അഭിനയിച്ച മറ്റൊരു സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. പെരുമാനി എന്ന സിനിമ ഒരു വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ OTT പോസ്റ്റർ ഇപ്പോഴത്തെ സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തേത് വിജയ് ആന്റണി നായകനെത്തിയ മാർഗൻ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 25 തെൻകോട്ടയിലൂടെ OTT റിലീസാകും. സിനിമയുടെ OTT റിലീസ് തെൻകോട്ടയെ കൂടാതെ ആമസോൺ പ്രൈമിലും പ്രതീക്ഷിക്കുന്നുണ്ട്. കാത്തിരിക്കും റിലീസിനായിട്ട്. 2019 ഓണക്കാലത്തെ വിജയ സിനിമകളിൽ ഒന്നാണല്ലോ ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ലാലേട്ടൻ നായകനെത്തിയ സിനിമയുടെ തെലുഗു ഡബ് വെർഷൻ ഇപ്പോഴത്തെ ETV വിൻ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. അടുത്തത് ഒരു കന്നഡ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. എക്സ് ആൻഡ് വൈ എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സൺനെസ്റ്റിൽ OTT റിലീസാകും. ഇതേ OTT പ്ലാറ്റ്ഫോമിലൂടെ സൺനെസ്റ്റിലൂടെ ഷോ ടൈം എന്ന ഒരു തെലുഗു സിനിമ കൂടി ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ലഭ്യമാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മണ്ഡല മർഡേഴ്സ് എന്നാണ് ഹിന്ദി സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ ജൂലൈ 25 ഈ സീരീസ് OTT റിലീസ് ആകുന്നതാണ്. വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയാണ് ക്യാമ്പസ് ഡയറി. VS അച്യുതാനന്ദൻ കൂടി അഭിനയിച്ച ഈ സിനിമ ഇപ്പോഴത്തെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ തമ്മുടു എന്ന തെലുഗു സിനിമ നിതിൻ നായകനെത്തിയ സിനിമ OTT റിലീസിനായിട്ടിരിക്കുന്നു. അടുത്തയാഴ്ച ഓഗസ്റ്റ് 1 സിനിമ OTT റിലീസ് ആകുന്നതാണ്. സർസാമീൻ പൃഥ്വിരാജിന്റെ അടുത്ത ഡയറക്റ്റ് OTT ചിത്രമാണല്ലോ. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ജൂലൈ 25 സിനിമ OTT റിലീസ് ആകുകയാണ്. ഈ ഹിന്ദി സിനിമയിലെ കാജോളൊപ്പം തന്നെ ഇബ്രാഹിം അലിഖാൻ കൂടി പൃഥ്വിരാജിനോടൊപ്പം അഭിനയിക്കുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാനന്ത്യൻ ഭാഷകളിൽ ഈ പൃഥ്വിരാജ് നായകനെത്തിയ ഹിന്ദി സിനിമ ലഭ്യമാകുന്നതാണ്. കാത്തിരിക്കാം സിനിമയുടെ OTT-ക്കായിട്ട്. ഒപ്പം തന്നെ സിനിമയുടെ OTT അഭിപ്രായങ്ങൾക്കായിട്ട്.